ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ നിങ്ങളൊക്കെ വർത്താനം? സുഖല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. സോങ് ഒന്നും ഇല്ല കേട്ടോ. സോങ് ഒന്നും തെരഞ്ഞു പിടിച്ചിട്ട് കിട്ടണില്ല. നമ്മളെ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്ങുകളൊന്നും കിട്ടണില്ല. അപ്പോൾ ബിസ്മിൻ പറഞ്ഞാണ് തുടങ്ങുക. നമുക്ക് ലയിക്കുമ്പോൾ തൊട്ടോളി കേട്ടോ. അതിമ തൊടാൻ വല്ലാത്ത മർദ്ദയാണ് നിങ്ങൾക്ക്. ഒന്ന് തൊട്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിരി കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മളെ പഴയ ഫോൺ ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പം ഇന്നെന്താ പരിപാടി? അടുക്കളയിൽ നിന്നായിരിക്കൂലേ. ഇന്ന് നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കുക. തേങ്ങാ ചോറും ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മക്കളൊന്നുമില്ല, മക്കളൊക്കെ സ്കൂൾക്ക് പോയിക്കണ്. അപ്പോൾ ഓല് വരുമ്പോഴത്തിന് നമുക്ക് അടിപൊളിയായിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ട് ഇന്നിപ്പോൾ ഒരു ഒഴിവ് ദിവസം കിട്ടിയിട്ടോ. ഇന്നലെയൊക്കെ കണ്ടില്ല നിങ്ങൾ, ഉരച്ച് നന്നാക്കലും നിലം നന്നാക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പം ഇനി ഞാൻ കാക്കുവിനോട് പറഞ്ഞു, ഇന്നിപ്പം ഇനി ഒന്നുമില്ല, അടങ്ങി നിൽക്കട്ടെ, നാളെ മുതൽ നമുക്ക് നോക്കാം, പാർസൽ പോരാല്ലോ, ഒക്കെ നാളെ പോരുള്ളൂ കേട്ടോ. അപ്പം തേങ്ങാച്ചോറും ഇറച്ചിയാണ്, കുറച്ച് കോഴി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കോഴി ഒന്ന് നീട്ടി വലിച്ചുകാണ്ട് ചാറാക്കാന്ന് കരുതിക്കാണ്ട് അങ്ങനെ ചാറാക്കി കഴിഞ്ഞാൽ അന്തിക്കൊക്കെ കൊടുക്കാം. അതേപോലെ നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിക്കൊരു നീട്ടി വലിച്ചുകാണ്ട് ഒരു കറി ഒന്ന് തേങ്ങ അരച്ചുകാണ്ട് പാരാന്ന് കരുതിക്കാണ്ടേ ആദ്യം തന്നെ ഞാൻ തേങ്ങ വെച്ച് പാരാനുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നല്ല നീട്ടി വലിച്ചുകാണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. നല്ല എരും പുളിയൊക്കെ ചോയൊക്കെ എല്ലാം ഒരു കറി ഉണ്ടാക്കിയാൽ നല്ലൊരു രസമാണല്ലോ. കുട്ടികൾക്ക് ഭയങ്കര തൃപ്പതിയാരെ സ്കൂൾ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഓൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ടേ രാത്രി നേരം ഉണ്ടാവില്ല, നിലയും വിളിയും പിന്നെ നിങ്ങളെ ഫോൺ കോളും ഒക്കെ പാടെ ഒരു കഥ കുതിയായിരിക്കും. അപ്പം പിന്നെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കിൽ ഞങ്ങൾക്കും തിന്നാം, പിന്നെ വൈകുന്നേരം വന്നാൽ കുട്ടികൾക്കും തിന്നാം, ചായക്ക് കടിയായി, ഉച്ചക്ക് ചോറുമായി, രാത്രികൾക്കും ചോറായി. അപ്പോൾ ബൗസാവുമല്ലോ. അതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങ അരച്ച് പറഞ്ഞ് രാവിലേക്ക് ഒരു ചാറും ആവും. പത്തിരി ഉണ്ടാക്കിയിട്ട് കുറേ കാലമായി. അപ്പോൾ റിതു അങ്ങനെ പറയുന്നുണ്ട്, നാളെ നമ്മൾ പത്തിരി ഉണ്ടാക്കിയാലേ. പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടലുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ടാക്കണം എന്ന് കരുതണം മനസ്സിൽ കേട്ടോ. ചാറ് ലേസം ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം. വിടാവ് പോലെ വെള്ളം പറഞ്ഞാലും തയ്യില്ല കേട്ടോ. ഒന്നാമത് കുറേ കുട്ടികളില്ലോണ്ടാണ് കേട്ടോ. അപ്പം അതാക്കണ് ഉള്ളി വാട്ടിക്കാണ്ട് നമ്മൾ ഉണ്ടാക്കണത് നോക്കിക്കൊന്നും വേണ്ട, ഇങ്ങനെയും ചാറൊക്കെ ഉണ്ടാക്കട്ടോ. നിങ്ങൾ കരുതുണ്ടാവും അങ്ങനെയൊന്നല്ല താത്ത ഉണ്ടാക്കുക, നല്ല ബൗസിൽ ഉണ്ടാക്കണം. നല്ല ബൗസിലൊക്കെ ഉണ്ടാക്കണേ അതിക്ക് കണ്ടമാന സാധനം വേണം. അപ്പോൾ ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല, ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്നാലും ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് അമ്മക്ക് അരച്ചിച്ചാറ് വെക്കുക, നല്ല എരും പുളിയിലൊക്കെ വെക്കാന്ന് കരുതി ഉള്ളി നല്ലോണം വാട്ടിക്കണം. ഒരു 2-3 ഉള്ളിയൊക്കെ ഇട്ടുകാണ്ടാണ് വാട്ടിക്കാണ്ട് 2 വലിയ തക്കാളി ഇട്ടുകാണ്ടാണ് വാട്ടിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കലെന്ന് അറിയാം. കുക്കറിലാണ് ഉണ്ടാക്കലൊക്കെ. കുക്കറിൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഒരു കൊതളം വെള്ളം പോലെ ആയിരിക്കും. ഇങ്ങനെയാണ് ഉണ്ടാക്കിയാൽ ഒരു ചോയും പുളിയൊക്കെ ഉണ്ടാവും. അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കിയൊക്കെ ചെയ്തിക്കണ്, സ്പീഡ് നല്ലോണം കൂട്ടിക്കണ്. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നല്ലോണം കാണാൻ കഴിയും. അതെന്താ വെച്ചാൽ നീട്ടി വലിച്ചിക്കാണ്ട് ഇനി കുറേ നേരം ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ സ്പീഡ് കൂട്ടിക്കണം കേട്ടോ. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ വെള്ളം പറന്ന് വെച്ചിക്കണ്, അതിലിട്ട് നല്ലോണം കഴുകണമുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ പൈപ്പിലിട്ട് കഴുകിക്കണം. ഇറച്ചി തന്നെ നല്ല ബൗസിൽ കഴുകി നല്ല ചൊറുക്കാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി അത് കഴുകിയിട്ടില്ല താത്ത, ഇത് കഴുകിയിട്ടില്ലേ എന്ന് ചോദിച്ചാണ്ട് കഴുകി വൃത്തിയാക്കിയാണ് ബൗസിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ ഉലുവ നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് അവിടെ വെച്ചും ചെയ്തിക്കണം. ചതവും തന്നെ ഉണ്ടാക്കിക്കാണ്ട് വെച്ചിക്കണം. അതെന്താന്നോ നിങ്ങളെപ്പോലെ സാധാരണക്കാർ തന്നെയാണ്. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മറതി ഉണ്ടാവും, ഒരു വെത്തപ്പാടായിരിക്കും. നമ്മളിവിടെ അങ്ങനെയൊക്കെ പറയട്ടോ, ഒരു തട്ടിത്തയപ്പായിരിക്കും. അപ്പം പിന്നെ ഒക്കെപ്പാടൊരു കഥകുതി ആവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും കരുതിക്കാണ്ടാണ് ആകെ വൃത്തിയാക്കാണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബൗസിലാണ് ഉണ്ടാക്കാലോ എന്ന് കരുതിക്കാണ്ട്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് അരിക്ക്. ഇനി ലേസം മഞ്ഞപ്പൊടിയും ലേസം മുളകും പൊടിയും ലേസം മല്ലിപ്പൊടിയും ഒക്കെ ഇടട്ടെ കേട്ടോ. ഒരു 3 വീതം പൊടികളാണ് ഇട്ടിക്കണ്. പിന്നെ ചതവ് അരച്ചപ്പം ജീരകം അതിലിട്ടുകാണ്ട് അരച്ചും ചെയ്തിക്കണ് കേട്ടോ. ഞങ്ങളിവിടെ പെരുംജീരകം എന്നൊക്കെ പറയും. അപ്പം ആ ജീരകം ഇട്ടുകാണ്ട് അരച്ചിക്കണ്. നമ്മൾ ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇല്ല കേട്ടോ. ഇഞ്ചി അതിനെ പറഞ്ഞാൽ ഒന്നുണ്ടാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും ഉഷാറാക്കി കാണ്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിട്ടുകാണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കണുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് പച്ചമണം പോയ ശേഷം നമ്മൾ ആ പേസ്റ്റാണ് അതിക്കിട്ടുകാണ് നല്ലോണം ഇളക്കണം കേട്ടോ. ചട്ടി ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ വലിയൊരു ഉരുളിച്ചട്ടിയാണ് കേട്ടോ അത്. അതിലാണ് ഞാൻ അധികം കറി ഉണ്ടാക്കൽ. എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ കുറേ ഉണ്ടാക്കണ്ടേ. പിന്നെ കുറുമയാക്കി കാണ്ടൊന്നും ഉണ്ടാക്കിയാൽ തേയില മക്കളെ, അത് എത്ര കൊടുന്നാലും അങ്ങനെ തന്നെ ഒരു നേരത്തിനേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 3 നേരത്തിനെങ്കിലും ഒപ്പിച്ചുണ്ടാക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നീട്ടിക്കാണ്ട് ഉണ്ടാക്കിയാലേ കുട്ടികൾക്ക് അതിൻ്റെ ചോയും പുളിയും കിട്ടിയാൽ മതി. നമ്മളെ പെരയിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ, കുഞ്ഞു കുട്ടികളുണ്ടാകുമ്പോൾ അതിൻ്റെ ചോയും പുളിയൊക്കെ കിട്ടിയാൽ മതി. അപ്പം ലേശം ചുടുവെള്ളം ആയിന്ന് എടുത്തുകാണ്ടാണ് പാരട്ടെ കേട്ടോ. ഇനി ചീരുള്ളി നന്നായിട്ട് അരിഞ്ഞുകാണ്ട് നമുക്ക് ഉലുവി ഇട്ടുക ലേശം അരിയും കഴുകി ഇടുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് നമുക്ക് തേങ്ങ വേണമെങ്കിൽ ചിരണ്ടിയിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് ഞാൻ പാരൽ കേട്ടോ. ചിരകി ഇടലില്ല. അധിക സ്ഥലങ്ങളിലും ചിരകിക്കാണ്ടൊക്കെയാണ് അല്ലേ നമ്മൾ തേങ്ങ ചോറുണ്ടാക്കുക. ഞാനിവിടെ ഒന്നും ഇങ്ങോട്ട് അരക്കൂട്ടോ, എന്നാൽ പിന്നെ ഓൾക്ക് ഇഷ്ടമാണ്. പാകത്തിന് വേവാവണം. ചിലപ്പോൾ റേഷൻ പീടിയിൽ അരി ആവുമ്പോഴേ ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് വെന്തോതും. എന്നാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒക്കെ വയസ്സന്മാരല്ലേ, കുഞ്ഞു കുട്ടികൾ വയസ്സന്മാരാ, പല്ലില്ല. അമ്മമ്മ വയസ്സത്തെയാണ്, പല്ലില്ല. ആർക്കും പല്ലില്ല, വലിയവർക്കൊന്നും പല്ലില്ല. അപ്പം എല്ലാവരും സ്ഥിതി തന്നെയല്ലേ, പല്ലുവേദന, പല്ല് പറിച്ചുക. ചുരുക്കി പറഞ്ഞാൽ ആരെ വായാലും പല്ലില്ല എന്നാണ് അർത്ഥം. അപ്പം ഇതാക്കണം കേട്ടോ. ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇനി അയക്ക് വെച്ചുകാണ്ട് നന്നായിട്ടുണ്ട് ഇളക്കട്ടെ. അപ്പം ഇല്ല പോലെ ബൗസിലാണ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇല്ലാത്തോലും ഇല്ലേ. അപ്പം നമ്മളില്ല പോലെ ബൗസിലാണ് കാണിച്ചു തരുന്നുണ്ട്. ചിക്കൻ പൊടിയാണ് ഇട്ടുകണത് കേട്ടോ. ചിക്കൻ പൊടീൻ്റെ കുപ്പിയിൽ ചിക്കൻ പൊടി കഴിഞ്ഞിരിക്കണം. അപ്പം ഇല്ലാണ്ട് അയക്കാണ് ഇട്ടുകാണ്ട് നന്നായിട്ടാണ് ഇളക്കി. ഇനി നല്ലൊരു കറി ആവുമല്ലോ. ഞാൻ ഈ അരി കഴുകിയിടട്ടെ കേട്ടോ. അരിയൊക്കെ കഴുകിക്കണം കേട്ടോ. നിങ്ങൾ അതിമക്ക് ഇങ്ങനെ നോക്കി ആ അരി നിങ്ങൾ കഴുകിയിട്ടില്ല അറിയാൻ നിൽക്കണ്ട. അരിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിക്കാണ്ട് വെച്ചതാണ് കേട്ടോ. പിന്നെയും പറയാന്ന് കരുതണ്ട, സ്പീഡ് കൂട്ടിയിട്ടാട്ടോ. പിന്നെന്താ, തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായിട്ടൊന്നാണ് അരച്ചുകാണ്ട് അതിക്ക് പാരട്ടോ. ചീരുള്ളിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേവട്ടെ, അരിയൊക്കെ ഇട്ടുകാണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബൺ മെറ്റീരിയൽ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളി. എല്ലാത്തിനും നമ്പർ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടായി. അധിക വീഡിയോസിൻ്റെ അടിയിലും നമ്മളെ ഷോർട്സിൻ്റെ മുകളിലും സ്ക്രീനിലും ഒക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വിളിച്ചോളി. ആവശ്യക്കാരൊക്കെ നല്ലൊരു കച്ചവടം തന്നെയാണ്. വാങ്ങിച്ചവരൊക്കെ ഉഷാറാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നല്ലോണം കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കാന്നൊന്നും കരുതണ്ട. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പം നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മരുന്നിനും ഗുളികക്കും എന്തെങ്കിലും വാങ്ങാനൊക്കെ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വാങ്ങണവർക്ക് അറിയാം കേട്ടോ. സ്ഥിരം വാങ്ങണവരൊക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കണം. ഉഷാറാവട്ടെ എല്ലാവരും. അപ്പം നന്നായിട്ട് റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് എല്ലാവരും റിക്വസ്റ്റും ഉണ്ടായിരുന്നു, താത്തായി സ്ക്രഞ്ചീസും മെറ്റീരിയൽസും വാങ്ങണോല് ഒന്ന് റേറ്റ് കുറച്ച് തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം രണ്ടിനും വ്യത്യസ്ത റേറ്റാണ് ഇട്ടിരുന്നത്. അപ്പം എന്തായാലും രണ്ടും കൂടി ഓഫറാക്കിയാണ്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കിറ്റ് കൂടുതൽ ആളുകളും ചോദിച്ചിരുന്നു, കിറ്റ് താത്ത എന്ത് നിങ്ങൾ നിർത്തിയത് എന്ന്. കിറ്റിൽ ഇപ്പം അമ്മക്ക് വലിയ ലാഭമല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ നല്ല ലാഭം കാണുന്നുണ്ടായില്ലേ. കൂടുതൽ ആളും പിന്നെയും കിറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം കിറ്റ് ഒന്നും കൂടി കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് വിളിച്ചോളി. നമ്മളാ 10 സ്ക്രഞ്ചീസും നമ്മളെ ബൺ മെറ്റീരിയൽ പുതിയ മോഡൽ വന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളി. പിന്നെ നമ്മളെ എണ്ണ നല്ലൊരു അഭിപ്രായമാണ് ആളുകളൊക്കെ പറയുന്നത് കേട്ടോ. ചെറിയ കുപ്പിയെ ഞാൻ എല്ലാവരെ കൊണ്ട് എടുപ്പിക്കലുള്ളൂ. വലിയൊരു കുപ്പിയൊന്നും ആരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരുത്താണ്ടിരാന്ന് കരുതിക്കാണ്ടേ ഞാനൊരു ചെറിയ കുപ്പിയൊക്കെ എടുപ്പിച്ചുള്ളൂ. പിന്നെ നല്ല റേറ്റും ഇല്ല. നമ്മളെ സാധാരണക്കാർക്ക് വാങ്ങാനുള്ള റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ച് പറയല്ല. നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ചോളി, വാട്സപ്പ് ചെയ്തോളി. നിങ്ങൾക്ക് ഞാൻ ഒക്കെ പറഞ്ഞു തരലുണ്ട് അല്ലേ. അപ്പോൾ ആവശ്യക്കാരൊക്കെ വിളിച്ചോളി. ആ തലവേദനയും അതേപോലെ തലയിലെ താരനും മുടി കൊഴിച്ചിലും പേനും ഈരും ഒക്കെ പോകട്ടോ. നല്ല ബൗസായിരിക്കും. ഏതായാലും ആവശ്യക്കാരൊന്ന് വിളിച്ചോളി. പിന്നെ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. വിശന്നിട്ട് കയ്യും കാലും ഇങ്ങനെ വറക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ അകൊക്കെ കുറേയൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ അടുക്കള അടിച്ചു വരാനുണ്ട്. അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് ഒപ്പിക്കൽസ് ആക്കിയാണ് ഞാൻ അടിച്ചു വരി കേട്ടോ. അവിടെ ഇങ്ങനെ മുകളിൽ വാറാലകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്നാണ് തട്ടിക്കാണ്ട് അടിഭാഗം ഒന്ന് അടിച്ചു വരി. പിന്നെ ഇപ്പം മിഞ്ഞാന്ന് നമ്മൾ നന്നായിട്ട് സോപ്പും ചണ്ടിയൊക്കെ ഇട്ട് അടിനിലമൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയതല്ലേ. പിന്നെ മുൻഭാഗം ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുറ്റെപ്പോഴും അടിച്ചു വരിയിട്ടില്ല. ഒന്നാമതൊന്നും ഒഴിവിട്ടിട്ടില്ല. എന്നാണെങ്കിൽ വിരുന്നാര് അറിയാനൊന്നുമില്ല. എന്നും പെണ്ണ് കാണാൻ വരുന്ന മാതിരി നമ്മളെ പെര കാണാൻ വന്നാട്ടോ. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വിവരങ്ങളൊക്കെ കിട്ടട്ടെ എന്നിട്ടൊക്കെ പറയാമെന്ന് കരുതിയിട്ടേ. എല്ലാവരും ചോദിച്ചിരുന്നു വീടിൻ്റെ കാര്യം എന്തായി താത്താന്ന്. അപ്പോൾ ഒന്നും ആയിട്ടില്ല. അതങ്ങനെ പെണ്ണ് കാണാൻ വരുന്ന മാതിരി വന്നു പോവും. അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത്. വെറുതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതൊന്ന് ഉറക്കട്ടെ, ശരിയാവട്ടെ. എന്നിട്ട് എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കാക്കൂല ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് ദുആ ചെയ്യോണ്ടിട്ടോ. ഒന്നെങ്കിൽ പേര നമുക്ക് അല്ലെങ്കിൽ കച്ചവടം അയക്കാണ്ട് കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ റാഹത്തായി ഇരിക്കാനല്ലേ. മരിക്കുമ്പോൾ കടങ്ങളൊന്നും ഇല്ലാതെ മരിച്ചാനല്ലേ ഇപ്പം എല്ലാവർക്കും പൂതി.
അപ്പം ഇൻഷാല്ല കയ്യും കാലൊക്കെ വരച്ചപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പുട്ട് തിന്നാണ്. രാവിലത്തെ പുട്ടാണ് കേട്ടോ. പുട്ട് ഒരു കുറ്റി അവിടെ മൂലക്ക നിൽക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ്. ഇന്നിപ്പോൾ ഷെയ്മോള് നേരം വൈകിയപ്പോൾ ഓള് തിന്നിട്ടില്ല. അപ്പോൾ ഒരു 3-4 കണ്ടം പുട്ടുണ്ടായിന്. അത് ഒറ്റയടിക്ക് അവിടെ ഇരുന്ന് കാണ്ട് തിന്നു. അക്കോലം വിശപ്പുണ്ടായിന്. കയ്യും കാലൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മുറ്റടിച്ചു വരാൻ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 10-12 മണിയൊക്കെ കഴിഞ്ഞിക്കണ്. മുറ്റം എന്നാലും ഞാൻ അടിച്ചു വരും. എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഓടി വരും എന്ന് കരുതിക്കാണ്ട്. ഇനിയിപ്പോൾ കച്ചവടക്കാരായാലും പെര കാണാനായാലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പുട്ട് ഏതായാലും തിന്ന് അത് മുഴുവനായിട്ടോ. അതിൻ്റെ അടിയിൽ തിരുമ്പാനും ഒരുപാടുണ്ടായിന്. അതൊക്കെ തിരുമ്പിക്കാണ്ട് അതാണ് തോരട്ട് ഞാൻ. അതൊന്നും വീഡിയോ പിടിച്ചാൽ നിന്നില്ല. അതൊക്കെ വീഡിയോ പിടിച്ചാൽ നിന്നാൽ പിന്നെ ഇതാകെ ലെങ്ത്ത് കൂടും കരുതിക്കാണ്ട്. ഒന്നാമത് എഡിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ തന്നെയല്ലേ ചെയ്യണം. അപ്പം ഇനിയിപ്പോൾ നീട്ടി വലിച്ച് നമ്മളെ ഋതുവിനെ ഏൽപ്പിച്ചണ്ടല്ലോ. അപ്പോൾ കുറേ അതിൽ ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് ഒക്കെപ്പാട് എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കുഴങ്ങാണ്. അപ്പം സംശയം കാര്യങ്ങളൊക്കെ അല്ലോല് യൂട്യൂബില്ലോലൊക്കെ ചോദിക്കലുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ചു. ഞാൻ ആ പാർട്ടിയിൽ ചായ കുടിച്ചിട്ടോ. എനിക്ക് ക്ലാസ്സിലൊന്നും പറഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ചാറ് തേഞ്ഞില്ല. അതിനൊരു കുടം ഞാൻ വെള്ളം പാർന്ന് വെച്ചിരുന്നു ആ ചട്ടിയിലേ. അവസാനം ഞാൻ പാർന്ന് തിന്ന് അവസാനം അത് കഴിഞ്ഞു. അവസാനം ഒരു മുറി തേങ്ങ ഉണ്ടായിനി അവിടെ. അതാണ് ചുരണ്ടിക്കാണ്ട് അതാണ് പാരട്ടെ. എന്നിട്ട് ഒന്നും കൂടിയാണ് നീട്ടട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നാളേക്കും മറ്റന്നാൾക്കൊക്കെ ഒന്നും കറി ഉണ്ടാവില്ല. അപ്പം അതും കൂടി അരച്ചാണ് പാരട്ടെ. തേങ്ങ അരച്ച് പാരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. മക്കൾക്ക് വലിയ തീർപ്പതിയൊന്നുമില്ല അങ്ങനെ അരച്ച് പാരന്. ഓൾക്ക് അപ്പത്തൊക്കെ ഇഷ്ടമാണ്. പത്തിരിക്കൊക്കെ നല്ല രസമാണല്ലോ അല്ലേ. 2 ഏലക്കായൊക്കെ വറുക്കുമ്പോൾ ഇട്ടുകാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ. ഇവിടെ മലപ്പുറത്തൊക്കെ അധികം ആളും അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ അരക്കുമ്പോൾ വറുക്കുമല്ലോ. പത്തിരിക്ക് വറുത്തരക്കണ കറി ഉണ്ടാക്കുമല്ലോ. അതിക്ക് 2 ഏലക്കായൊക്കെ ഇടും, 2 വെളുത്തുള്ളിയും 2 ചീരുള്ളിയൊക്കെ ഇട്ടുകാണ്ടേ നന്നായിട്ട് അരച്ച് പോരും കേട്ടോ. ഇതിക്ക് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല, കാരണം ചോറല്ലേ. അപ്പം അതാക്കണ ഒന്ന് തേങ്ങ അരച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ചിരിക്കും ഉണ്ടാവും കണ്ടുകാണ്ട്. ചാറതിന് നിറച്ചും ഉണ്ടായിരുന്നു. ഞാൻ പറന്ന് അതാണ് കഴിഞ്ഞു. വിശപ്പിൻ്റെ ഊക്കൊണ്ട് അതൊന്നും അറിഞ്ഞില്ല. അവസാനം തേങ്ങ അരച്ചുകാണ്ട് പാർന്നുകാണ്ടാണ് ഒപ്പിച്ചു. എന്നാലും നല്ല മണം ജോയില്ല ഒരു ചാറ് തന്നെയാണ് കേട്ടോ. ഉഷാറായിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് എന്തായിക്കണെന്ന് നോക്കുക നമുക്ക്. അപ്പം ചാറ് വേഗം തളിച്ചപ്പോൾ ഓഫാക്കിയിട്ടോ. ചോറ് ഒരു വേവ് കമ്മിയും കൂടി ഉണ്ട്. ഒന്നും കൂടിയാണ് സിമ്മാക്കിയാണ് ഞാൻ മുറ്റത്ത് പോയോക്കട്ടെ. മഴ ചാറിനുണ്ട്, നല്ല വെയിലുണ്ട്. തിരുമ്പിയിട്ടൊക്കെ എടുക്കണ്ടേ ഇങ്ങനെ നിൽക്കുക. ഇനി വേഗം അടിച്ചു വരി വൃത്തിയാക്കട്ടെ കേട്ടോ. ആരെങ്കിലും വരും. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളായിട്ട് വരാം. അസ്സലാമു അലൈക്കും.